നമസ്കാരം. എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യുകെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ലണ്ടനിൽ പുതിയ എംബസി സ്ഥാപിക്കുവാനുള്ള ചൈനയുടെ പദ്ധതികൾക്ക് യു കെ അംഗീകാരം നൽകി. ചാരപ്രവർത്തനത്തിനും സുരക്ഷാ ഭീഷണികൾക്കും ഇത് വഴിയൊരുക്കുമെന്ന വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് തീരുമാനം. സുരക്ഷാ മന്ത്രി ഡാൻ ജാർവിസ് ഈ പദ്ധതിയുടെ എല്ലാ ഘട്ടങ്ങളിലും ഇന്റലിജൻസ് ഏജൻസികൾ സജീവമായി പങ്കെടുത്തിരുന്നുവെന്നും സുരക്ഷാ അപകട സാധ്യതകൾ നിയന്ത്രണ വിധേയമാണെന്നും എന്ന കാര്യത്തിൽ താൻ തൃപ്തനാണെന്നും പറഞ്ഞു. യൂറോപ്പിലെ തന്നെ ചൈനയുടെ ഏറ്റവും വലിയ എംബസിയാവും ഇത്. ലണ്ടനിലെ ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിനും നിർണായക ഡാറ്റാ കേബിളുകൾക്കും സമീപമുള്ള കൂറ്റൻ എംബസി സുരക്ഷാ ഭീഷണി മുൻനിർത്തിയാണ് എതിർപ്പുകൾ നേരിട്ടിരുന്നത്. ലണ്ടനിലെ രണ്ട് പ്രധാന സാമ്പത്തിക ജില്ലകൾക്കിടയിൽ സെൻസിറ്റീവ് സാമ്പത്തിക വിവരങ്ങൾ വഹിക്കുന്ന ഭൂഗർഭ ഫൈബർ ഓപ്റ്റിക് കേബിളുകൾക്ക് വളരെ അടുത്താണ് പുതിയ സ്ഥലം സ്ഥിതി ചെയ്യുന്നതെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് കാരണമാണ് ഒക്ടോബറിൽ ആരംഭിക്കേണ്ടിയിരുന്ന നിർമ്മാണം വൈകിയത്. എന്നാൽ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെ ചൈന യാത്രയ്ക്ക് മുന്നോടിയായി എംബസി സ്ഥാപിക്കുവാനുള്ള അനുമതിയിൽ തീർപ്പാക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. 2018 ശേഷം ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആദ്യമായി ചൈന സന്ദർശിക്കാനിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയങ്ങൾക്കെതിരെ കടുത്ത വിമർശനവുമായി പ്രമുഖ രാഷ്ട്രീയ നേതാവ് എഡ് ഡേവി. ട്രംപ് ഇന്റർനാഷണൽ ഗാങ്സ്റ്റർ ആണെന്നും അമേരിക്ക കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അഴിമതിക്കാരനായ പ്രസിഡന്റാണെന്നും അദ്ദേഹം ആരോപിച്ചു. ലിബറൽ ഡെമോക്രാറ്റുകളുടെ നേതാവാണ് എഡ് ഡേവി. ഡെൻമാർക്കിൽ നിന്ന് ഗ്രീൻലാൻഡ് വാങ്ങുവാനുള്ള ട്രംപിന്റെ നീക്കത്തെയും അതിനെ എതിർത്ത യു കെ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ സഖ്യകക്ഷികൾക്ക് മേൽ വ്യാപാര താരിഫുകൾ അടിച്ചേൽപ്പിക്കുവാനുള്ള തീരുമാനത്തെ തുടർന്നാണ് എഡ് ഡേവിയുടെ രൂക്ഷ വിമർശനം. ട്രംപിനെ പ്രീതിപ്പെടുത്തുന്ന നയമാണ് മുൻ കൺസർവേറ്റീവ് ഭരണകൂടം നിലവിലെ ലേബർ സർക്കാരും സ്വീകരിക്കുന്നതെന്നും ഈ നയം പരാജയപ്പെട്ടതായും അദ്ദേഹം ആരോപിച്ചു. സ്വകാര്യതാ ലംഘനവുമായി ബന്ധപ്പെട്ട കേസിൽ ഹാരി രാജകുമാരൻ വീണ്ടും കോടതിയിൽ സാക്ഷി നൽകുവാനൊരുങ്ങുന്നു. ഡെയിലി മെയിൽ പത്രത്തിന്റെ പ്രസാധകരായ അസോസിയേറ്റഡ് ന്യൂസ് പേപ്പേഴ്സ് ലിമിറ്റഡിനെതിരെയാണ് ഹാരി നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ലണ്ടനിലെ ഹൈക്കോടതിയിൽ ഇന്ന് ഹാരി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇത് രണ്ടാം തവണയാണ് പ്രിൻസ് ഹാരി ബ്രിട്ടീഷ് കോടതിയിൽ നേരിട്ട് സാക്ഷി നൽകുന്നത്. ഫോൺ ഹാക്കിംഗ്, രഹസ്യവിവര ശേഖരണം, സ്വകാര്യ അന്വേഷകരെ ഉപയോഗിച്ച് വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കൽ തുടങ്ങിയ നിയമവിരുദ്ധ നടപടികൾ ഡെയിലി മെയിൽ പ്രസാധകർ വർഷങ്ങളായി നടത്തിയെന്നാണ് ഹാരിയുടെ ആരോപണം. തന്റെ സ്വകാര്യ ജീവിതം, ബന്ധങ്ങൾ, ആരോഗ്യ വിവരങ്ങൾ എന്നിവ മാധ്യമങ്ങൾ നിയമവിരുദ്ധമായി കൈപ്പറ്റിയെന്നും അദ്ദേഹം കോടതിയിൽ വ്യക്തമാക്കി. അതേസമയം ഡെയിലി മെയിൽ പ്രസാധകർ എല്ലാ ആരോപണങ്ങളും നിഷേധിച്ചിട്ടുണ്ട്. പരാതികൾ അടിസ്ഥാനരഹിതവും തെളിവില്ലാത്തതുമാണെന്നും പത്രപ്രവർത്തനം നിയമപരമായ രീതിയിലായിരുന്നുവെന്നുമാണ് അവരുടെ വാദം. ഗാറ്റ്വിക് വിമാനത്താവള വികസനത്തിനെതിരെ പരിസ്ഥിതി പ്രവർത്തകർ നിയമപരമായ പോരാട്ടം ആരംഭിച്ചു. രണ്ടാമത്തെ റൺവേക്കുള്ള പദ്ധതികൾ സർക്കാർ ശരിയായി പരിഗണിച്ചില്ല എന്നാണ് പ്രചാരകരുടെ വാദം. സർക്കാർ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയപ്പോൾ റൺവേ നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന കാലാവസ്ഥാഘാതം ശരിയായി വിലയിരുത്തിയില്ലെന്ന് ഹൈക്കോടതി അറിയിച്ചു. ഗാറ്റ്വിക് ഏരിയ കൺസർവേഷൻ ക്യാമ്പയിൻ, കമ്മ്യൂണിറ്റീസ് അഗെയിൻസ്റ്റ് ഗാറ്റ്വിക് നോയ്സ് എമിഷൻസ് ഉൾപ്പെടെയുള്ള സംഘടനകളാണ് പദ്ധതിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് ഹൈക്കോടതിയിൽ വാദം ആരംഭിച്ചത്. വെള്ളിയാഴ്ച സമാപിക്കുമെന്നാണ് പ്രതീക്ഷ. 2025 സെപ്റ്റംബറിൽ ഗതാഗത സെക്രട്ടറി ഹൈഡി അലക്സാണ്ടറാണ് പദ്ധതിക്ക് അനുമതി നൽകിയത്. ഗിൽഫോർഡിൽ 15 വയസ്സുള്ള ആൺകുട്ടി കുത്തേറ്റ് മരണപ്പെട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം സ്റ്റോക്ക് പാർക്കിലെ ലിഡോ റോഡിന് സമീപമുള്ള വനപ്രദേശത്താണ് കുട്ടിയെ കുത്തേറ്റ നിലയിൽ കണ്ടെത്തിയത്. സറൈ പോലീസും സൌത്ത് ഈസ്റ്റ് കോസ്റ്റ് ആംബുലൻസ് സർവീസും സ്ഥലത്തെത്തി കുട്ടിയെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിച്ചെങ്കിലും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കുട്ടി മരണപ്പെട്ടിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും വിശദമായ അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. 3 ഏകദിന മത്സരങ്ങളും 3 ട്വന്റി മത്സരങ്ങളും ഉൾപ്പെടുന്ന പരമ്പരയ്ക്കായി ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം ശ്രീലങ്കയിലെത്തി. നാളെ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് ഏകദിന പരമ്പര ആരംഭിക്കുന്നത്. 27-നാണ് അവസാന മത്സരം. തുടർന്ന് 3 മത്സരങ്ങളടങ്ങിയ ട്വന്റി പരമ്പരയും ആരംഭിക്കും. ട്വന്റി പരമ്പരയുടെ ആദ്യ മത്സരം ജനുവരി 30-ന് പല്ലേക്കിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കും. പര്യടനത്തിന്റെ അവസാന മത്സരം ഫെബ്രുവരി 3-നും നടക്കും. ട്വന്റി ഏകദിന പരമ്പരകൾക്കായി ഇംഗ്ലണ്ടിനെ ഹാരി ബ്രൂക്കാണ് നയിക്കുക. ടോം ബാന്റൺ, ബ്രൈഡൻ കാർസ്, ജോ റൂട്ട്,
റഹാൻ അഹമ്മദ്, ലൂക്ക് വുഡ് തുടങ്ങിയ കളിക്കാർ ഉൾപ്പെടെ ഏകദിന ടീമിൽ കളിക്കും. ജേക്കബ് ബദേൽ 2 ഫോർമാറ്റുകളിലും കളിക്കുന്നുണ്ട്. 2020 ടീമിൽ ജോസ് ബട്ട്ലർ, സാം കെറൻ, ആദിൽ റഷീദ്, ലൂക്ക് വുഡ് തുടങ്ങിയ കളിക്കാരുമുണ്ട്. മറുവശത്ത് ഏകദിനങ്ങളിൽ ശ്രീലങ്കയെ ചരിത് അലസംഗയും 2020 ടീമിനെ ദസുൻ ഷനഗയും നയിക്കും. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് 2ാം റൌണ്ടിൽ ബ്രിട്ടന്റെ എമ്മ റഡ്കാനു പുറത്തായി. 28ാം സീഡായ റഡ്കാനു ലോക റാങ്കിങ്ങിൽ 55ാം സ്ഥാനത്തുള്ള പോട്ടപ്പോവയോട് 7-6, 7-3, 6-2 എന്ന സ്കോറിനാണ് പരാജയപ്പെട്ടത്. കളിയിൽ മുഴുവൻ പിഴവുകൾ നിറഞ്ഞ പ്രകടനമാണ് റഡ്കാനു പുറത്തെടുത്തത്. ആദ്യ റൌണ്ടിൽ ലോക റാങ്കിങ്ങിൽ 197ാം സ്ഥാനത്തുള്ള മെനാൻജയ സാവങ്കേവിനെ പരാജയപ്പെടുത്തിയെങ്കിലും പോട്ടപ്പോവയ്ക്കെതിരെ റഡ്കാനു പൂർണ്ണമായും തയ്യാറാകാത്ത നിലയിലായിരുന്നു. റഷ്യയിൽ ജനിച്ച പോട്ടപ്പോവയും ആദ്യ സെറ്റിൽ നിരവധി പിഴവുകൾ വരുത്തിയിട്ടുണ്ട്. തുടക്കത്തിൽ 5 സർവീസ് ബ്രേക്കുകൾ ഉണ്ടായ മത്സരത്തിൽ 5-4 റഡ്കാനു സെർവ് ചെയ്ത് സെറ്റ് സ്വന്തമാക്കുവാനുള്ള അവസരം നഷ്ടപ്പെടുത്തി. തുടർന്ന് ടൈ ബ്രേക്കിൽ പോട്ടപ്പോവ ആധിപത്യം പുലർത്തുകയായിരുന്നു. ആദ്യ സെറ്റിന് ശേഷം നീണ്ട ഇടവേളയെടുത്ത പോട്ടപ്പോവ 2ാം സെറ്റിൽ ശക്തമായ തുടക്കമെടുത്തു. തുടർച്ചയായ 2 ബ്രേക്കുകളിലൂടെ 3-0 ലീഡ് നേടി. ഇരുവരും പരസ്പര ബ്രേക്കുകൾ കൈമാറിയെങ്കിലും പിന്നീട് പോട്ടപ്പോവ കളിയിൽ പൂർണ്ണ നിയന്ത്രണം നേടി വിജയം ഉറപ്പിക്കുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. ദ്വാരപാലക പാളി കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചത്. കർശന ഉപാധികളോടെ കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അതേസമയം കട്ടിലപ്പാളി കേസിൽ ജാമ്യം ലഭിക്കാത്ത സാഹചര്യത്തിൽ പോറ്റി ജയിലിൽ തന്നെ തുടരും. വിവാദ പ്രസ്താവന പിൻവലിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. പ്രസ്താവന പിൻവലിച്ച് നിർവാച്യ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് സജി ചെറിയാൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. തന്റെ പ്രസ്താവനകളെ വളച്ചൊടിച്ചുവെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. ഒറ്റപ്പാലത്തെ തോട്ടക്കരയിൽ വൃദ്ധ ദമ്പതികളെ മരുമകൻ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി റാഫി ലക്ഷ്യമിട്ടത് കൂട്ടക്കൊലപാതകമെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. കൊല്ലപ്പെട്ട നസീറിനും സുഹറയ്ക്കുമൊപ്പം ഭാര്യ സുൽഫത്തിനെയും 4 വയസ്സുകാരൻ മകനെയും കൊലപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടാണ് റാഫി എത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ സംരക്ഷണത്തെ ചൊല്ലിയുള്ള കേസിലെ പരാജയമാണ് കൂട്ടക്കൊലപാതകം ലക്ഷ്യമിടാൻ റാഫിയെ പേടിപ്പിച്ചതെന്നാണ് കണ്ടെത്തൽ. ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് വിരമിച്ചു. 27 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നാണ് സുനിത പടിയിറങ്ങുന്നത്. നാസയാണ് സുനിത വിരമിച്ച വിവരം അറിയിച്ചത്. ഡിസംബറിൽ വിരമിച്ചെങ്കിലും ഇപ്പോഴാണ് നാസ സുനിതയുടെ വിരമിക്കൽ ഔദ്യോഗികമായി പുറത്തറിയിച്ചത്. 60 വയസ്സായതിനു പിന്നാലെയാണ് സുനിത വിരമിച്ചത്. 3 ദൌത്യങ്ങളായി 608 ദിവസം ബഹിരാകാശത്ത് അവർ ചെലവഴിച്ചിട്ടുണ്ട്. ഒരു നാസ ബഹിരാകാശ സഞ്ചാരി ബഹിരാകാശത്ത് ചെലവഴിക്കുന്ന 2ാമത്തെ ഏറ്റവും വലിയ സമയമാണത്. ഏറ്റവും കൂടുതൽ തവണ ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡും സുനിത സ്വന്തമാക്കിയിട്ടുണ്ട്. 9 തവണകളിലായി 62 മണിക്കൂറാണ് അവർ ബഹിരാകാശത്ത് നടന്നത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.